വന്ദേ മാതരം മുഴുവൻ പാടില്ല എന്ന വാശിയിലാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറയുന്നു, കുഞ്ഞാലിക്കുട്ടി പറയുന്നു, അങ്ങനെ പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വന്ദേ മാതരം മുഴുവൻ പാടില്ല എന്ന്. രാജ്യം പാസാക്കിയ നിയമം പൂർണ്ണമായും പാടിയേ പറ്റുള്ളൂ എന്ന നിയമം ഇവർ ലംഘിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ശിക്ഷ? സംസ്ഥാനം മറുപടി പറയേണ്ടി വരില്ലേ? ശിക്ഷ ഉണ്ടാവില്ലേ ഇവർക്ക്? എന്തായിരിക്കും ശിക്ഷ? വന്ദേമാതരം കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രത്യേകിച്ച് ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വന്ദേമാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മതപരമായിട്ടുള്ള വിഷയത്തിലേക്ക് അതിനെ സർക്കാരോ ഇടതുപക്ഷ പാർട്ടികളോ ഭരിക്കുന്ന സമയത്താണെങ്കിലും UDF അധികാരത്തിൽ വന്നതിന് ശേഷമാണെങ്കിലുമൊക്കെ മതത്തെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അതിലൊരു ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് വളരെ കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയുടെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ വന്ദേമാതരം കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ച് അവർ അഭിമാനത്തോടു കൂടി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെ പ്രചോദിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വന്ദേമാതര ഗാനം എന്നുള്ളത്. അപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മാനസികാവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത്. കോൺഗ്രസ് പ്രവർത്തകരുടെ, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മാനസികാവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു. അതിന് അവർ ചില മതമൗലികവാദികളുടെയോ അതല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന UDFനൊപ്പം നിൽക്കുന്ന ചില രാഷ്ട്രീയ കക്ഷികളുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ശ്രീ കെ മുരളീധരൻ അങ്ങനെ പറഞ്ഞാലും, ഇനി മന്ത്രിസഭ മുഴുവൻ അങ്ങനെ പറഞ്ഞാലും, ബഹുമാനപ്പെട്ട മന്ത്രിസഭയിലെ അംഗങ്ങൾ പറഞ്ഞാലും, കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന ഒരു നിയമത്തെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിനെ മറികടന്നുകൊണ്ട് പോവുക എന്നുള്ളത് ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി സാധിക്കുന്ന കാര്യമല്ല. ഉദാഹരണത്തിന് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ അമെൻമെൻറ്റ് ബിൽ 2026 വന്നതിന് ശേഷം വന്ദേമാതര ഗാനം ദേശീയ ഗാനത്തോടൊപ്പം ആലപിക്കപ്പെടണം, അതിനു മുൻപ് ആലപിക്കപ്പെടണം എന്നുള്ളത് നിഷ്കർഷിച്ചിരിക്കുന്നു. അതിന് എല്ലാ ദിവസവും ആലപിക്കണം എന്നുള്ളതല്ല, അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് എവിടെയാണോ അതിൻ്റെ പ്രോട്ടോക്കോൾ പറയുന്നത് അവിടെ അത് ആലപിക്കപ്പെടണം എന്ന് പറയുന്നു. അതിൽ മാറ്റം വരുത്താൻ അത് പൂർണ്ണമായും ചൊല്ലണം എന്ന് തന്നെയാണ്. അതായത് വന്ദേമാതര ഗാനത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട്, അതിൻ്റെ വരികളുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട്, അതിൻ്റെ ഈണം ഉൾക്കൊണ്ടുകൊണ്ട്, അതിൻ്റെ ലിറിക്സിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലേതെങ്കിലും വെള്ളം ചേർക്കാനോ മാറ്റം വരുത്താനോ അത് തകിടം മറിക്കാനോ ഒന്നും ഒരാളെ കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല. പിന്നെ ചെയ്യാം, നിയമം ലംഘിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, നിയമം അനുസരിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നടപ്പാക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനം അത് അംഗീകരിക്കപ്പെടേണ്ടതില്ല എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ലംഘിക്കാം. നിയമലംഘനങ്ങൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്, നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. സമരങ്ങളും പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്നത് നിയമലംഘനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ശ്രീ കെ മുരളീധരൻ മന്ത്രിയാണെങ്കിലും ഇനി മറ്റേതെങ്കിലും മന്ത്രിസഭയിലെ മന്ത്രിയാണെങ്കിലും മന്ത്രിസഭ മുഴുവനായിട്ടാണെങ്കിലും ആ തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് പ്രഖ്യാപിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ അതിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഭരണഘടനാപരമായും ഭരണപരമായും നേരിടേണ്ടി വരും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ നടപടി ആദ്യമായി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഉദാഹരണത്തിന് വന്ദേമാതര ഗാനത്തെ ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കുക അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ അത് ദേശീയ ഗാനത്തെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ സ്വാഭാവികമായും അവർക്ക് ആദ്യം ഒരു ഒഫൻസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് 3 വർഷത്തെ ശിക്ഷ എന്നുള്ളത് നിയമം നിഷ്കർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. മറ്റൊന്ന്, അത് റിപ്പീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷ മാൻഡേറ്ററി ആയിട്ട് മാറുകയാണ്. ശിക്ഷ എന്നുള്ളത് ഒരു പ്രോസസ്സ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, അതൊരു മാൻഡേറ്ററി പ്രൊസീജിയറായി മാറുകയാണ്. നിർബന്ധപരമായും അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള സാഹചര്യത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ദേശീയ മാനബിന്ദുക്കളെ അംഗീകരിക്കുകയും ദേശീയ മാനബിന്ദുക്കളെ അനുസരിക്കുകയും അതിനനുസരിച്ച് മാനസികാവസ്ഥ മാറ്റുകയും ചെയ്യുക എന്നുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ജനപ്രതിനിധിയെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്തെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ്. പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഭരണഘടന അനുസരിക്കുന്ന ആളെ സംബന്ധിച്ചും അതിൽ നിന്നും മാറ്റം വരുത്താൻ വേണ്ടി കഴിയില്ല. പിന്നെ ശിക്ഷ അംഗീകരിക്കാൻ, ശിക്ഷിക്കപ്പെടാൻ ഒരാൾ തയ്യാറായാൽ ഏത് അക്രമവും ഏത് നിയമവിരുദ്ധ പ്രവർത്തനവും ചെയ്യാൻ ആർക്കും കഴിയുമല്ലോ. അപ്പം നിയമവിധേയമായി ചെയ്യുന്നൊരു പ്രോസസ്സാണെങ്കിൽ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഇറക്കിയിരിക്കുന്ന ഉത്തരവിനെ മറികടന്നുകൊണ്ട് പോകാൻ മന്ത്രിസഭാംഗങ്ങൾക്കും കഴിയില്ല, ഘടകകക്ഷികൾക്കും കഴിയില്ല, മന്ത്രിസഭയിലെ ഒരംഗത്തിന് പ്രത്യേകമായും കഴിയില്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ഒരാൾക്കും കഴിയില്ല. അത് ഒരു തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ വന്ദേമാതര ഗാനത്തെ അംഗീകരിക്കേണ്ടതില്ല, ഞങ്ങൾ കുറച്ച് പാടി അവസാനിപ്പിക്കും എന്നൊക്കെ പറയുന്നത്
പൊതുജനങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു തെറ്റായ മെസ്സേജാണ്. ദേശീയ ഗാനത്തെ അപലപിക്കാൻ, ദേശീയ ഗാനത്തെ ഇകഴ്ത്തി കാണിക്കാൻ അതിന് നിങ്ങൾക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കും എന്ന് പറയാതെ പറയുകയാണ് സർക്കാരിലിരിക്കുന്ന ആളുകൾ. അതെങ്ങനെ സാധിക്കും എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഒന്നുകിൽ മന്ത്രിസഭയിലെ അംഗങ്ങൾ രാഷ്ട്രീയപരമായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവർക്ക് മേലൊരു പ്രഷറുണ്ട്. അത് ഭരണപരമല്ല, അത് നിയമപരവുമല്ല, അത് ജാതിമത സംഘടനകളുടെ പ്രഷറാണ്. UDF സർക്കാരിനെ ഇപ്പോൾ നയിക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ഒരു പ്രത്യേക സമ്മർദ്ദം, അത് പുറത്ത് പറഞ്ഞോ പുറത്ത് പറയാതെയുള്ള സമ്മർദ്ദം. ആ സമ്മർദ്ദമാണ് കോൺഗ്രസ് മന്ത്രിമാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ നേതാവോ മന്ത്രിയോ വന്ദേമാതര ഗാനം പാടണ്ട എന്ന് പറയുമോ? അങ്ങനെയാണെങ്കിൽ അവരുടെ പൂർവ്വസൂരികളെ അവരെല്ലാം തള്ളിപ്പറയണ്ടേ? അവരുടെ മുൻകാല നേതൃത്വത്തെ മുഴുവൻ തന്നെ തള്ളിപ്പറയണ്ടേ? സ്വാതന്ത്ര്യ സമര സേനാനികളെ തള്ളിപ്പറയണ്ടേ? മഹാത്മാഗാന്ധിജിയെ തള്ളിപ്പറയണ്ടേ? അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. ഇതിനകത്ത് മറ്റൊരു കാര്യം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മതത്തിൻ്റെ ഒരു എലമെൻ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒട്ടും ശരിയായിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല. ഇത് നേരിട്ടൊരു ശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമായിരിക്കും? പ്രത്യേകിച്ച് ഭരിക്കുന്ന മന്ത്രിമാരൊക്കെയാണല്ലോ ഈ നിയമം ലംഘിക്കുന്നത്. അതെങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും? അങ്ങനെ നിയമം ലംഘിച്ച് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ പോകാനും കഴിയില്ല. കാരണം ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ബഹുമാനപ്പെട്ട ഗവർണർ ഇറക്കുന്ന ഉത്തരവുകളുടെ ഭാഗമായോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ബൈ ഓർഡർ ഓഫ് ഗവർണർ ആണല്ലോ അങ്ങനെ ഇറക്കുന്ന ഒരു ഉത്തരവിൻ്റെ ഭാഗമായോ വരുന്ന ഏതൊരു നടപടിക്രമവും തെറ്റിക്കാം, അല്ലെങ്കിൽ അതിൽ എനിക്ക് ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് എനിക്ക് തെറ്റായൊരു പ്രവർത്തനം ചെയ്യാം എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും അതിന് സാധിക്കും. അതിന് തെറ്റും അത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ മന്ത്രിസഭയിലെ അംഗങ്ങൾ അത് ചെയ്താൽ അവർ രാജിവെക്കേണ്ടി വരും. അവർക്കെതിരെ കേസുണ്ടാകും, അവർക്കെതിരെ നടപടി ഉണ്ടാകും. പോലീസിന് എതിർക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒന്നുകിൽ സ്വമേധയാ പോലീസ് കേസെടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ പരാതികൾ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ആ കേസ് ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. കാരണം ഇപ്പോൾ നേരത്തെ ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ഭരണഘടനയെ തള്ളിപ്പറഞ്ഞതിൻ്റെ പേരിലാണ്. ഭരണഘടനയെ ഇകഴ്ത്തി കാണിക്കുകയും ഭരണഘടനയെ തെറ്റായ രീതിയിൽ പദപ്രയോഗങ്ങൾ നടത്തി ഇകഴ്ത്തി കാണിച്ചതുകൊണ്ട് 4 ദിവസത്തിനുള്ളിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നില്ലേ? അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാൻ ഒരു മന്ത്രിസഭാംഗത്തിന് കഴിയില്ല. മന്ത്രിസഭയിൽ ഒരാൾക്കും കഴിയില്ല, ഭരണപരമായിരിക്കുന്ന ഒരാൾക്കും കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രതിഷേധം ഉയർത്തുന്നതിൻ്റെ പേരിൽ അതാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായി സൂചിപ്പിച്ചത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ തന്നെ മതമൗലികവാദികളായിട്ടുള്ള ആളുകളാണ്. ആ മതമൗലികവാദത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു ഗാനം ആലപിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത് ഇപ്പോൾ PM ശ്രീ പദ്ധതി ഉണ്ടാകുന്നത് എന്താ കേരളത്തിൽ വിവാദം ഉണ്ടാകുന്നത്? വേറെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പേരിലാണ്, പറഞ്ഞുകൊണ്ടാണ്. ഒരു അജണ്ടയും PM ശ്രീയുടെ പേരിലില്ല. PM ശ്രീയുടെ പേരിലുള്ളത് ക്ലാസ് റൂമുകൾ, സ്മാർട്ടായ ക്ലാസ് റൂമുകൾ കൊണ്ടുവരിക, വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ചുകൂടി പരിഷ്കാരങ്ങളോടുകൂടി, അതായത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഫെസിലിറ്റീസ് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം കാണുന്നത് തെറ്റായ കണ്ണിലൂടെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വന്ദേമാതര ഗാനം ആലപിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ സന്ദേശമാണ് അങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന ഏതൊരു മന്ത്രിയാണെങ്കിലും അവർ അതിൻ്റെ പരിണതഫലം അനുഭവിച്ചല്ലേ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.